നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പെരുമ്പാവൂരിൽ പണ്ട് നടന്ന ജിഷ വധക്കേസ്, ക്രൂരമായ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ഒരു വീട്ടമ്മയെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്രൂര വാർത്തയും നമ്മൾ കേട്ടു. പിന്നീട് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് എത്രയെത്ര കൊലപാതകങ്ങൾ. എന്നാൽ പെരുമ്പാവൂരിൻ്റെ സ്വഭാവം അടിമുടി മാറിയിരിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് നിറഞ്ഞു എന്ന് മാത്രമല്ല, അവരുടെ സ്വന്തം നാടായി പെരുമ്പാവൂർ മാറിയിരിക്കുന്നു. പ്രദേശവാസികൾ പലരും പെരുമ്പാവൂർ മേഖല വിട്ടൊഴിയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പെരുമ്പാവൂരിൽ നിന്ന് പുറത്തു വരുന്ന എത്രയെത്ര നിഷ്ഠൂര കേസുകൾ. പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ലഹരി ഉപയോഗവും ലഹരി വിൽപ്പനയും വ്യാപകമായി നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ക്ലീൻ പെരുമ്പാവൂർ എന്ന പദ്ധതി പോലീസ് നടപ്പിലാക്കി വരുന്നു. ഇതിൻ്റെ ഭാഗമായ പരിശോധനകളിലാണ് ഇപ്പോൾ നടക്കുന്ന പല കണ്ടെത്തലുകളിലും എത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതൊക്കെ പരസ്യമായാണ് ഇക്കൂട്ടർ ചെയ്തു വരുന്നത്. പെരുമ്പാവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ അസ്ലം മൊബൈൽ എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു ഇയാൾ. ഇവിടെ നിന്ന് വ്യാജ ആധാറുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ലാപ്ടോപ്പും 55,000 രൂപയും പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. മൊബൈൽ ഷോപ്പിൽ സിം കാർഡ് എടുക്കാൻ വരുന്നവരുടെ ആധാർ കാർഡുകൾ സ്കാൻ ചെയ്ത് മറ്റുള്ളവരുടെ ഫോട്ടോ പതിപ്പിച്ചാണ് ഇയാൾ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയത്. അറസ്റ്റിലായ പ്രതി നിലവിൽ പെരുമ്പാവൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂട്ടത്തോടെ പിടികൂടിയത് ഈ അടുത്ത കാലത്ത്. വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് കേരളത്തിലെത്തിയ 27 ബംഗ്ലാദേശികൾ പറവൂരിൽ പിടിയിലായിരുന്നു. ഇതിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിന് ചില മുന്നറിയിപ്പുകൾ നൽകി. വടക്കൻ പരവൂരിൽ ഒരു വീട് കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത്. വലിയ തോതിൽ ബംഗ്ലാദേശികൾ ഇപ്പോൾ കേരളത്തിലേക്ക് കുടിയേറിയിട്ടുണ്ട് എന്നും അവർ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ സംഘടിപ്പിച്ച് ജീവിച്ചു വരികയാണെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കണക്കുകൂട്ടുന്നു. പെരുമ്പാവൂരിന് സമാനമായ രീതിയിൽ നേരത്തെ എറണാകുളം റൂറൽ പോലീസ് പരിധിയിൽ 7 ബംഗ്ലാദേശികളെ പിടികൂടിയിരുന്നു. വൈപ്പിൻ ഞാറക്കലിൽ നിന്ന് ഒറിജിനൽ ആധാർ കാർഡുമായി മറ്റൊരു ബംഗ്ലാദേശിയെ അടുത്ത കാലത്ത് പിടികൂടി. ഇതിനിടയിലാണ് വലിയ തോതിൽ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്ന യൂണിറ്റ് തന്നെ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഒരു വശത്ത് കൂട്ടത്തോടെ വ്യാജ ആധാർ കാർഡുകൾ തയ്യാറാക്കി നൽകുന്ന സംവിധാനം, മറുവശത്ത് ചില ഭീകര സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങൾക്കായി ബംഗ്ലാദേശികൾ ഉൾപ്പെടെ കേരളത്തിലെത്തിക്കുന്നുവെന്നും ഇവരെ പിന്നീട് തങ്ങളുടെ സംഘടനയുടെ ഭാഗമാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നു. കേരളത്തിലെത്തിയ ഈ ഭായിമാർക്ക് മലയാളമൊക്കെ വഴങ്ങും, നന്നായി മലയാളമൊക്കെ സംസാരിക്കും. ആദ്യം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് വരവ്, പിന്നെ അവർ കുടുംബം കൂട്ടത്തോടെ ഒരു വരവുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന ബംഗ്ലാദേശിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരും കൊടും ക്രിമിനലുകളും ഇപ്പോൾ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് താവളമുറപ്പിച്ചിരിക്കുന്നു. ഓരോ ദിവസവും നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എത്ര പേരുണ്ട് എന്നതിൻ്റെ കൃത്യമായ കണക്കുകളുമില്ല. ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. പാകിസ്ഥാൻ ISIയുടെ സഹായത്തോടെ വലിയ തോതിൽ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഇവരെ നുഴഞ്ഞു കയറാൻ അനുവദിക്കുകയും തുടർന്ന് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ താവളമുറപ്പിക്കാനുള്ള പരിശീലനം നൽകിയാണ് അവരെ ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പെരുമ്പാവൂരിൽ 32 ലഹരി കേസുകളാണ് ക്ലീൻ പെരുമ്പാവൂർ പദ്ധതിയുടെ ഭാഗമായി പോലീസ് രജിസ്റ്റർ ചെയ്തത്. നിരവധി അനാശാസ്യ കേസുകൾ. ആലുവയിൽ നിന്ന് 4 കിലോ കഞ്ചാവും 855 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ ഇക്കഴിഞ്ഞയാഴ്ച ആലുവ പോലീസിൻ്റെ പിടിയിലായിരുന്നു. ആലുവ പമ്പ് ജംഗ്ഷനിൽ നിന്ന് 4 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളെയാണ് ആദ്യം പിടികൂടിയത്. പിന്നീട് പുലർച്ചെ നടന്ന പരിശോധനയിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ബാഗിൽ ഒളിപ്പിച്ച 1 കിലോ ഹാഷിഷ് ഓയിൽ. ഒഡീഷ സ്വദേശികളായ 2 പേരും അവരുടെ ഭാര്യമാരും അറസ്റ്റിലായി. ഒഡീഷയിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് ഇവിടെ കഞ്ചാവും ഹാഷിഷ് ഓയിലുമൊക്കെ എത്തിച്ചത് എന്ന് ചോദ്യം ചെയ്യലിൽ അവർ പോലീസിനോട് വെളിപ്പെടുത്തി. 25,000 രൂപ നിരക്കിൽ വിൽപ്പന നടത്തുകയാണ് അവർ അവിടെ ചെയ്തത്. കഞ്ചാവ് വലിയ തോതിൽ ട്രെയിൻ മാർഗം എത്തിച്ച് 2 ദിവസങ്ങൾ കൊണ്ട് കച്ചവടം പൂർത്തിയാക്കി തിരികെ ഒഡീഷയിലേക്ക് മടങ്ങുന്ന സംഘമായിരുന്നു അവർ. ശനിയാഴ്ച ഒരൊറ്റ ദിവസം പെരുമ്പാവൂർ മേഖലയിൽ ക്ലീൻ പെരുമ്പാവൂർ പദ്ധതിയുടെ ഭാഗമായി പോലീസ് രജിസ്റ്റർ ചെയ്തത് 60 കേസുകൾ. ശനിയാഴ്ച രാവിലെ തുടങ്ങിയ പരിശോധന ഞായർ പുലർച്ചെ വരെ നീണ്ടുനിന്നു. കഞ്ചാവ് വിൽപ്പന, അനധികൃത മദ്യവിൽപ്പന, നിരോധിത പുകയില വിൽപ്പന, അനാശാസ്യ കേസുകൾ. ഈ കേസുകളിലാണ് 60ഓളം കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തത്. പെരുമ്പാവൂർ മേഖല കേന്ദ്രീകരിച്ച് നിരവധി അനാശാസ്യ കേന്ദ്രങ്ങൾ. ഇത് അന്യസംസ്ഥാന തൊഴിലാളികളെ മാത്രമല്ല
മലയാളികളും അവരുടെ കസ്റ്റമറായി എത്തുന്നു. ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി ഫെബ്രുവരി 3 നടന്ന പരിശോധനയിൽ ഒരടഞ്ഞു കിടന്ന ഗോഡൌണിൽ നിന്ന് 2 കോടി വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. തിരുവനന്തപുരം സ്വദേശിയായ അയ്യൂബ് ഖാൻ്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിൽ നിന്നാണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. അയ്യൂബ് ഖാൻ വല്ലം സ്വദേശിയായ അബ്ദുൾ അസീസിനെ ഗോഡൌൺ നോക്കി നടത്താൻ ഏൽപ്പിച്ചിരുന്നു. ഇയാളിൽ നിന്ന് വല്ലം കുന്നത്താൻ സുബൈറാണ് ഗോഡൌൺ ഏറ്റെടുത്തത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണത്തിൽ മറ്റേതൊരു സംസ്ഥാനത്തേക്കാൾ വളരെ മുന്നിലാണ് കേരളം. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ, ആലുവ എന്നീ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായി ഭായിമാർ തമ്പടിക്കുന്നത്. കേരളത്തിൽ കഴിയുന്ന അനേകം അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുടുംബങ്ങളുണ്ട്. എറണാകുളത്ത് മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലകളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊഴിലാളികളുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ തൊഴിലാളികൾ ഒഴുകിയെത്തുന്നു? 1. തീവ്രവാദ സംഘടനകളുമായി അവർക്കുള്ള ബന്ധം. 2. അവർക്ക് സുരക്ഷിതമായി ഒളിവിൽ പാർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള മേഖലയിലുണ്ട്. മറ്റൊന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ഹാൻഡ്ബുക്കിലെ ചില സ്റ്റാറ്റിസ്റ്റിക്കുകൾ. ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിൽ കാർഷികേതര നിർമ്മാണ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഏറ്റവും അധികം വേതനം ലഭിക്കുന്നത് കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് ദേശീയ ശരാശരിയെ വെച്ച് നോക്കുമ്പോൾ ഇരട്ടി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ദിവസവേതനക്കാരായ തൊഴിലാളികൾക്ക് നൽകുന്ന തുകയിൽ വലിയ അന്തരമുണ്ട് എന്ന് റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കാർഷികേതര ജോലികൾക്കായി കേരളം പ്രതിദിനം 735 രൂപ നൽകിയപ്പോൾ മധ്യപ്രദേശ് നൽകുന്നത് 262 രൂപ, ഗുജറാത്ത് 285, 2ാം സ്ഥാനത്തുള്ള ജമ്മു കാശ്മീർ നൽകുന്നത് 538. ക്ലീൻ പെരുമ്പാവൂർ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന പരിശോധനകൾ ഓരോ ദിവസവും മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. കേരളം ഇത്രയധികം ക്രിമിനലുകളുടെ നാടായി മാറിയോ? പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ ആ മേഖലയെ പൂർണ്ണമായി വകഞ്ഞെടുത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.